ഇന്ന് അവർ വരുമല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർ വരുന്ന ആലോചിച്ചിട്ട്. ആലസീനെ കണ്ടിട്ട് കുറേ വർഷമായ പോലെ ഉണ്ട്. ഹലോ, നീ എന്താ വിളിച്ചേ? എന്താ അർജൻ? ഞാൻ വരുന്നില്ല എന്ന് പറയാനാണ് വിളിച്ചത്. എനിക്ക് വരാൻ പറ്റില്ല. ഓ, അറിയാം. കുറച്ച് ദിവസമായിട്ട് നീ ഈ വഴി പോലും മറന്നിരിക്കുകയാണല്ലോ. അവൻ്റെ കല്യാണം കഴിഞ്ഞതോടെ നീ വഴിയേ വന്നിട്ടില്ലല്ലോ. നിനക്ക് എന്താ പറ്റി? സത്യം പറ. ഞാൻ വരത്തില്ല. പകരം അവൾ വരും. ജ്യോതി, അവളുണ്ടാവും അവിടെ. പോരെ? ബട്ട് നീ ഇല്ലാത്ത പോലെ തന്നെയാണല്ലോ. വെച്ചോ. ഷിറ്റ്, എൻ്റെ ഫോണല്ലേ റിങ് ചെയ്യുന്നത്. പോയി എടുത്തിട്ട് വരാം. എൻ്റെ പൊന്നെ, ഒന്നും കൂടെ വന്നേ. നിന്നെ ഒന്ന് വർത്താനം പറയുകയാണെങ്കിൽ ഞാൻ എത്ര കാത്തിരിക്കണം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റില്ല മോളെ. ഹായ് മിസ് പൊന്നു നാത്തൂൻ. സംസാരിക്കാൻ എനിക്ക് പൊട്ടും വയ്യ. ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ഉടനെ ഓടി വരാം. എന്നിട്ട് നമുക്ക് കുറേ നേരം വർത്താനം പറയാം. കുറേ പറയണ്ട. ഞങ്ങളൊക്കെ ജീവനോടുണ്ട്. നിനക്ക് സുഖമാണോ എടി? നല്ല ചോദ്യം. ഞാൻ മുകളിലോട്ട് പോവാം. എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരണ്ട. നിനക്ക് ഈ മുതൽ ആരാന്ന് മനസ്സിലായി കാണുകയല്ല അല്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഇതെൻ്റെ ആങ്ങളേൻ്റെ ഒരേ ഒരു മകൾ ജ്യോതി. ആ മുതലാണ് ഇപ്പോൾ മുകളിലോട്ട് പോയത്. ഇത് ഞങ്ങളെ അമ്മ. പണ്ടത്തെ ഫോട്ടോ. അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അപ്പോൾ അമ്മ. ഇത് ഞാനാ മൂത്തത്. പിന്നെ ഇവർ രണ്ടുപേരും. ഇതിലെൻ്റെ മക്കൾ പിന്നെ നിനക്കറിയാലോ, ജീനും നിൻ്റെ ഭർത്താവും. പിന്നെ ദേവ്യാമീൻ്റെ മക്കളാണെങ്കിലാണ് ഏകലവ്യനും പിന്നെ അമ്മ. പിന്നെ ശേഖരനും 2 മക്കളാണ്. അതിലൊന്ന് ആണിപ്പോൾ മുകളിലോട്ട് പോയത്. പിന്നെ ഒന്ന് നിർമ്മലേ, ദേ അവർ വന്നിരിക്കണോ? അമ്മേ, അവർ വന്നു. അയ്യോ, വരൂ, കയറിയിരിക്കുമോ? വരൂ. അതെ, വരൂ. ആലസി മുത്തേ, മിസ് ചെയ്തടാ ഞാൻ നിന്നെ ഒത്തിരി. മോളെ, നീ ഇതാരെയും നോക്കുന്നേ? ഹലോ. മോനെ പിക്കു, ഇങ്ങോട്ട് വാ. ഇങ്ങേർക്ക് മുഞ്ച് കൂടിയോ? അട്ടാറ് ഗ്ലാമറാണല്ലോ. എന്നാ വരൂ, ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. വരൂ, കഴിക്കാം. పరిమళ గంధము పొయ్యరుగా గంధము పొయ్యరుగా పన్నీరు గంధ
గంధము పొయ్యరుగా സുന്ദരന സൂര്യന ഇന്ദിരനോ ചന്ദ്രനോ എന്നു വരും തവ മന്ദിരത്തിൽ ഇന്ദു കലാധരൻ നിൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടു കണ്ടു പ്രാണനാഥനെ കണ്ടു ഈ കണ്ണ് ഇനി ഒരിക്കലും നിറയാൻ ഞാൻ അനുവദിക്കില്ല. ഇത് സത്യം. ഞാൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂടി. തങ്കമേ നിന്നെയൊരുക്കാൻ കൊതിക്കുന്നു പൊൻവയിൽ വെങ്കലക്കാൽ തളചാത്താൻ ഒരുങ്ങുന്നു താരകൾ ഒട്ടുകുത്തടി കുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്കാം ഒത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്കാം അങ്ങനെ അവൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ബോറടിച്ചിരിക്കുമ്പോഴാണ് ആ ഊഞ്ഞാൽ കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ അല്ലേ. ഓ, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഇരിക്കുന്നതിന് കുഴപ്പം ഒന്നുമില്ല ഇരിക്കല്ലോ അല്ലേ? ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ. അലക്സിയ വർമ്മ അല്ലേ? അപ്പോൾ ആലസി ഞാനങ്ങനെ വിളിച്ചാൽ പോരെ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആലസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇനി UK പോകുന്നത് എപ്പോഴാണ്? ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. ആരെങ്കിലുമൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ ഉണ്ടായില്ല. അപ്പം ഞാൻ ഡൗട്ട് അടിച്ചു. ഇപ്പം എന്തായാലും ക്ലിയറായി. ചോദിച്ചല്ലോ. ഞാൻ കുറച്ച് കഴിയും പോവാൻ. ഓ, അത് ശരി. അല്ല, താൻ UK ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ ആരോ പറയുന്നത് കേട്ടു, എന്തോ മേക്കപ്പ് എന്നങ്ങനെ. അതെ, മേക്കപ്പ്. അതെ, മെബ്ലിൻ്റെ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഹെഡാണെന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഞാനത് മാനേജർ. മെബ്ലിന. ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ശരി. അങ്ങനെ അവൾ കുറേ സംസാരിച്ചു. അത് ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ ആലോചന തപ്പി ഇനി തപ്പാനൊരു ഇടവുമില്ല. അങ്ങനെയാണ് ബാൽക്കണിയിലോട്ട് വന്നത്. ഞാനിവളെ കണ്ടപ്പോൾ കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ല പൊന്നു, താൻ ഇയാൾക്ക് വീട് കാണിച്ചു കൊടുത്തില്ലേ? വീട് ഫുൾ ചെല്ല പോയി കണ്ടേച്ചോ. ഇതാണ് സാക്ഷാത് എൻ്റെ അമ്മായിയമ്മയുടെ മുറി. നല്ല രസമുണ്ടല്ലേ? കൊള്ളാം, നല്ല മുറി. ഇത് പീക്വറ്റിൻ്റെ റൂം. കൊള്ളാമല്ലേ? നല്ല രസമല്ലേ? റൂം കൊള്ളാം, പക്ഷെ ആളുടെ പേര് കോമഡിയാണ്. അതാദ്യം കേട്ടപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാരുടെ മുറിയാണ്? ഇതെന്തിനാ പൂട്ടിയിട്ടേക്കുന്നത്? ഈ റൂമിലെ ആളിപ്പോൾ ഇവിടെ ഇല്ലേ? ഇതിനെ പറ്റി എനിക്ക് വല്ല ഐഡിയ ഇല്ല. ഐ തിങ്ക് ഇത് ജ്യോതിയുടെ എങ്ങനെ റൂമാണ്. ജ്യോതി ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുണ്ട് അല്ലേ? എടി, എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് ഇപ്പോൾ വരാം. നീ നടന്നു.
എന്തൊക്കെയാണ്? വാ ഇരിക്കേ. തനിക്ക് പിയാനോ ഇഷ്ടമാണോ? അതെ ഇഷ്ടമാണ്. പ്ലീസ് കണ്ടിന്യൂ ചെയ്യോ, ഒരു നല്ല രസമുണ്ട്. വൈ നോട്ട്? യാ. തുടക്കേ എന്നോ. ഇനി മേലെ ഈ കണ്ണീര് വന്നു വരുത്തും, അതും എൻ്റെ മുന്നിൽ പ്രത്യേകിച്ച്. ആ നീ ഇവിടെ നിൽക്കുമായിരുന്നോ? എന്നാൽ താഴത്തേ വാ, എൻ്റെ റൂം കാണിച്ചു തരാം. ബാ. ദിസ് ഈസ് മൈ റൂം. ഇതാണ് എൻ്റെ അല്ലാൻ്റെ റൂം. അടിപൊളിയല്ലേ? പിന്നെ അല്ലാണ്ട് മുത്ത് പൊളി പൊളി. എന്നാലും പീക്ക് കോമഡി പേരെന്നെ. അത് സത്യമാണ്. പക്ഷെ മൂപ്പര് പാവാ, മൂപ്പര് അടിപൊളിയാണ്. ഞാനത് പറയാനൊരു കാര്യമുണ്ട്. ഇന്നലെ അൽനേട്ടൻ പറഞ്ഞതാ, മൂപ്പർക്ക് ഒരു കരളേ ഉള്ളൂടോ, ഒന്ന് അമ്മയ്ക്ക് കൊടുത്തതാണ്. വാട്ട്? ഓ അതെ, ഒരു പാവം മനുഷ്യൻ അല്ലേ, സ്നേഹമുള്ളവൻ. അതെ. മോളെ എന്നാൽ പോവാം, സമയമായി. ബാ പോവാം. ഓക്കേ എടാ, എന്നാൽ പോട്ടെ. പോയിട്ട് വാ, ബായ്. എന്നാ ശരി, ബായ്. Two days later. പണ്ടാരം പിടിച്ച കാർ പഞ്ചറാവാൻ കണ്ട നേരം. ഇത് അവളല്ലേ? ആയ്, ഇവിടെ എന്താ ഒച്ചയ്ക്ക് നിൽക്കുന്നേ? കാറ് ചതിച്ചു. എൻ്റെ ഒരവസ്ഥ. പഞ്ചറാ. ഓ ആണോ? താനിവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഇവിടെ തീരെ സേഫ് അല്ല. താൻ വേണമെങ്കിൽ എൻ്റെ കൂടെ കയറിക്കോ. ഓക്കെ. ഈ പെണ്ണിന് ഇതെന്ത് പറ്റിയോ എന്തോ. എന്തായാലും കയറിയല്ലോ. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് അവൾ കയറി, നന്നായി. ഇത് നല്ല റൊമാൻറ്റിക് മൊമെൻ്റ്. മോനെ വിട്ട് കളയണ്ട പിക്കൂ. ഈ കാർപ്പൻറ്റർ വരും, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അവൻ വന്ന് നന്നായിക്കോളും, എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടോളും. ഞാൻ തൻ്റെ വീട്ടിൽ തൻ്റെ കാറെ ഏൽപ്പിച്ചു തന്നോളാം. പോരെ, കയറും. താങ്ക് യു എന്തിനാ താങ്ക് യു? ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല, ആവശ്യമുണ്ട്. ബിക്കോസ് യു ഹെൽപ്പ് മീ, ദാറ്റ്സ് വൈ.
അതിന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ താൻ വഴി പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഓ സോറി, സ്ട്രെയിറ്റ് പോയിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട്. ഞാൻ പറയാം. ഇതാണോ തൻ്റെ വീട്? വാ, അതെ. വരുവാ, ചായ കുടിക്കാം, എന്നിട്ട് പോയാൽ മതി. ഓക്കെ. This is the moment that he knew he fucked up. സോറി, എൻ്റെ കോഫി കുറച്ച് മോശം. ഓ ഇറ്റ്സ് ഓക്കെ. പക്ഷേ എടോ, ഞാൻ കോഫി കുടിക്കാറില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ കോഫി എടുക്കാൻ പറഞ്ഞപ്പോൾ താൻ എന്താണോ കേട്ടെ? അത് ഞാൻ എന്നാ ഞാൻ പോവാട്ടോ. പിന്നെ തൻ്റെ കാറ് ഞാനിവിടെ എത്തിച്ചേക്കാം. എനിക്കിപ്പോൾ വഴി അറിയാലോ, സോ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ആ ശരി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആലസി, ഇനഫ്. I can't tolerate no more. ഈ എപ്പിസോഡ് ഞാൻ പരമാവധി നീട്ടാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.